ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ മഹാഗണപതയെ നമ. നമസ്കാരം. ജ്യോതിർദർശനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. 2026 ജൂലൈ മാസം 12 മുതൽ 18 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാ രാശിക്കാർക്കുമുള്ള സാമാന്യ ഫലനിരൂപണം നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് ഗുരു അതായത് വ്യാഴം കർക്കിടകത്തിലും, ശനി മീനത്തിലും, രാഹു കുംഭത്തിലും, കേതു ചിങ്ങത്തിലും, കുജൻ ഇടവത്തിലും, ശുക്രൻ ചിങ്ങത്തിലും, ബുധൻ വക്രഗതിയിൽ മിഥുനത്തിലുമാണ്. ഇതാണ് ഈ ആഴ്ചത്തെ ഗ്രഹസ്ഥിതി. ആദ്യം നമുക്ക് മേടം രാശിയുടെ, അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം, ഈ 3 നക്ഷത്രക്കാരുടെ രാശിയായ മേടം രാശിയുടെ സാമാന്യം ഫലം നിരൂപിച്ച് നോക്കാം. ആഴ്ചയുടെ ഒന്നാമത്തെ പകുതിയിൽ സൂര്യൻ ആത്മവിശ്വാസം, അതുപോലെ പ്രവർത്തന വേഗത ഇതൊക്കെ ഉണ്ടാക്കും. പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടാകും. പുതിയ കരാറ്, രേഖകൾ, ഇമെയിൽ അല്ലെങ്കിൽ അപേക്ഷകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചില പിഴവുകൾ സംഭവിക്കാനിടയുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ രേഖകളും പരിശോധിക്കുമ്പോൾ അത് 2 തവണ പരിശോധിക്കാൻ ശ്രമിക്കുക. ജൂലൈ 16 സൂര്യൻ 4-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ കുടുംബകാര്യങ്ങളിലും മറ്റുമൊക്കെ കൂടുതൽ ചുമതല എടുക്കേണ്ടതായിട്ട് വരും. ചില വീടുമായിട്ട് ബന്ധപ്പെട്ട ചില പണികൾ നടത്തുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് വിശേഷ ശ്രദ്ധ വേണ്ടിവരും. സർക്കാർ ജീവനക്കാർക്ക്, അതുപോലെ ഭരണപരമായിട്ടുള്ള ചുമതലയുള്ളവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള കാലമാണ്. ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് നടത്തുന്നവർക്ക് പഴയ നിക്ഷേപങ്ങൾ വേണ്ട വിധത്തിൽ മാനേജ് ചെയ്യുകയല്ലാതെ നൂതന നിക്ഷേപങ്ങൾ നടത്താതിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ധനപരമായിട്ട് കർക്കിടകത്തിലെ ഗുരു സ്വത്ത്, വീട്, ഭൂമി ഇങ്ങനെയുള്ള അവയിൽ നിന്നുള്ള ഗുണം നൽകുന്നുണ്ട്. വീടിൻ്റെ അറ്റകുറ്റപ്പണി, അതുപോലെ വാഹനം സംബന്ധിച്ചുള്ള, ഗൃഹോപകരണങ്ങൾ സംബന്ധിച്ചുള്ള ചിലവ് അവർക്ക് കുറച്ച് കൂടുതൽ വന്നെന്നിരിക്കാം. എന്നാൽ അതൊരു പാഴ്ചെലവായിട്ട് വരുന്നതല്ല, ഭാവിയിലേക്ക് അത് അനുകൂലമായിട്ടുള്ള ഗുണം തരുന്നതാണ്. ആരോഗ്യപരമായിട്ട് അമിതമായിട്ടുള്ള ജോലിഭാരം വരും. അതുപോലെ യാത്രകളും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ടുണ്ടാകുന്ന ക്ഷീണവും അതുകൊണ്ടുണ്ടാകുന്ന ഉറക്കക്കുറവ്, തലവേദന മുതലായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കുടുംബപരമായിട്ട് ഒരു സന്തോഷകരമായിട്ടുള്ള അവസ്ഥയാണുള്ളത്. മാതാപിതാക്കന്മാരുമായിട്ടൊക്കെയുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകും. അവരുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കുന്നതാണ്. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഹനുമാനെ സേവിക്കുക, അഥവാ ഹനുമാൻ മന്ത്രം ജപിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ ചുവന്ന പുഷ്പങ്ങൾ ഹനുമാൻ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. ശിവന് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഗുണകരമായിരിക്കും. അടുത്തത് ഇടവക്കൂറാണ്. കാർത്തിക മുക്കാല്, രോഹിണി മകയിരത്തര, അതായത് മകയിരത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. ലഗ്നത്തിൽ കുജനാണ്. അത് അവനവൻ്റെ പ്രവൃത്തി കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതാണ്. വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും അത് പ്രാവർത്തികമാക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ചില സഹപ്രവർത്തകന്മാരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കാൻ, അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജൂലൈ 16 വരെ സൂര്യൻ 2-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സാമ്പത്തിക ചർച്ചകൾക്കും മറ്റുമൊക്കെ, അതുപോലെ ശമ്പള വർധന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. അത് ചില തീരുമാനങ്ങളിലേക്കൊക്കെ എത്തും. പുതിയ ആശയവിനിമയ അവസരങ്ങൾ വർദ്ധിക്കും. ബിസിനസ്സുകാർക്ക് വിപണന രംഗത്ത് കുറച്ച് പുതിയ തന്ത്രങ്ങൾ പരീക്ഷിക്കാനും ഒക്കെ നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ്. ധനപരമായിട്ട് ബുധൻ്റെ വക്രഗതി ഉണ്ട്. അത് കാരണം ചില മുൻപുണ്ടായിരുന്ന ചില കുടിശ്ശികകളൊക്കെ തിരിച്ചു ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വലിയ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ പോകാതിരിക്കുകയാണ് നല്ലത്. അത് കുറച്ച് ആലോചിച്ച് ചെയ്യേണ്ടതാണ്. അതുപോലെ കുടുംബ സ്വത്ത് കിട്ടാനുള്ളവർക്ക് അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കും. അത് അനുകൂലമായിട്ട് ഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല. എങ്കിലും തൊണ്ട, കഴുത്ത്, പല്ല് മുതലായിട്ടുള്ള രോഗങ്ങളുള്ളവർ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചില പരിക്കുകളും ഈ കുജൻ്റെ സ്വാധീനമുണ്ട്. അതുകൊണ്ട് കുറച്ച് പരിക്കുകളോ വാഹനമോടിക്കുന്ന സമയത്തും ഒക്കെയുള്ള ചെറിയ ആക്സിഡൻറ്റുകളും ഒക്കെ സംഭവിക്കാനും സാധ്യത കാണുന്നുണ്ട്. കുടുംബപരമായിട്ട് സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ കൂടുതൽ നന്നാകും. കുടുംബസമേതമുള്ള ചില യാത്രകളും ഒക്കെ നടത്താൻ സാധ്യത കാണുന്നുണ്ട്. വെള്ളിയാഴ്ച മഹാലക്ഷ്മിയെ പൂജിക്കുക എന്നുള്ളതാണ് ഇവർക്ക് പറയാവുന്ന ഒരു പരിഹാരമായിട്ട് പറയാവുന്നത്. അതുപോലെ അന്നദാനം നടത്തുന്നതും അനുകൂലമായിട്ടുള്ള ഫലം ലഭിക്കും. അടുത്തത് മിഥുനക്കൂറാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദവും തിരുവാതിരയും പുണർദത്തിൻ്റെ 1ഉം 2ഉം പാദവും ചേർന്നതാണ് മിഥുനക്കൂറ്. ഇതൊരു ആത്മപരിശോധനയുടെ കാലമായിട്ട് കണക്കാക്കേണ്ടതാണ്. പഴയ പദ്ധതികളൊക്കെ
തുടർന്ന് കൊണ്ടുപോവുക, അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതല്ലാതെ പുതിയ പദ്ധതികൾ തുടങ്ങാൻ ഇത് അനുകൂലമായിട്ടുള്ള സമയമല്ല. മുൻപ് നടത്തിയ പ്രവർത്തനങ്ങളുടെയൊക്കെ ചില പിഴവുകൾ ഒക്കെ തിരുത്താനും ഉള്ള സമയമാണ്. അത് വേണ്ട വിധം നടത്തുക. പഴയ മുൻപുണ്ടായ ചില കരാറുകളോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ മുതലായവ അതിൽ നിന്ന് അനുകൂല ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. 16-ാം തീയതി കഴിഞ്ഞാൽ സൂര്യൻ ലഗ്നത്തിൽ പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നേതൃത്വ പാഠമൊക്കെ കൂടും, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. തുടർന്ന് 2-ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെടും. ഇപ്പോൾ പുതിയ പദ്ധതികളൊക്കെ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അത് ആഴ്ചയുടെ ആഴ്ചയുടെ 2-ാം ഭാവത്തിലാണ് ധനപരമായിട്ടുള്ള ചില അനുകൂല ഘടകങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അത് ചിലവുകൾ നിയന്ത്രിക്കുകയും വേണം. അപ്പോൾ പഴയ സമ്പാദ്യത്തെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുമൊക്കെ സാധിക്കുന്ന സമയമാണ്. ആരോഗ്യക്കുറവ് പൊതുവെ കാണാവുന്നതാണ്. നാഡീ സംബന്ധമായിട്ടുള്ള ചില വീക്ക്നെസ്, അതുപോലെ മാനസിക സമ്മർദ്ദം, ഉറക്കമില്ലായ്മ മുതലായിട്ടുള്ളവ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ വേണ്ടത്ര ശ്രദ്ധയോടുകൂടി വാക്കുകൾ ഉപയോഗിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില വാക്ക് തെറ്റിദ്ധാരണകൾക്കൊക്കെ കാരണമായേക്കാം. അത് തുറന്ന ആശയവിനിമയം നടത്താൻ ശ്രമിക്കേണ്ടതാണ്. പരിഹാരമായിട്ട് വിഷ്ണുവിനെ പൂജിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അങ്ങനെയുള്ള അർച്ചനകളൊക്കെ വിഷ്ണു ക്ഷേത്രത്തിൽ ഒക്കെ നടത്തുന്നതും, അതുപോലെ തന്നെ ദാനം, ഈ വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാർക്ക് പഠന ഉപകരണങ്ങൾ, പുസ്തകങ്ങൾ ഒക്കെ ദാനം ചെയ്യുന്നതുമൊക്കെ നല്ല ഫലം ചെയ്യുന്നതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർത്തിൻ്റെ അവസാനത്തെ പാദം, പൂയം, ആയില്യം ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറുകാർക്ക് ലഗ്നത്തിൽ വ്യാഴമാണ്. അത് വ്യാഴത്തിന് ഉച്ചസ്ഥിതിയാണുള്ളത്. വ്യക്തിഗതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ശേഷി വർദ്ധിക്കും. അതുപോലെ തന്നെ 16-ാം തീയതി സൂര്യനും കൂടെ കർക്കിടകത്തിലേക്ക് വരികയാണ്. അപ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി ജോലി ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. പുതിയ ജോലി സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ ഒക്കെ പുതിയ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥന്മാരുടെ വിശ്വാസം നേടിയെടുക്കാനും ഒക്കെ സാധിക്കും. പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയവുമാണ്. ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ കാലം പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാനും ഒക്കെ നല്ല കാലമാണ്. ദീർഘകാലമായിട്ടേക്ക് വേണ്ടതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ചെയ്യാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. ധനപരമായിട്ട് അത് മെച്ചമായിട്ടുള്ളൊരു സ്ഥിതി തന്നെയാണ്. പുതിയ വരുമാന സ്രോതസ്സുകളുണ്ടാകാം. ഉള്ള വരുമാന സ്രോതസ്സിൽ നിന്നും കൂടുതൽ സ്വത്തും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഭൂമി, മറ്റ് ഇതര സ്ഥാവര വസ്തുക്കൾ ഇതൊക്കെ ആർജിക്കാനും കൂടുതൽ പുഷ്ടിപ്പെടുത്താനും ഒക്കെ സാധിക്കുന്നതാണ്. എന്നാൽ കുറച്ചൊന്ന് സൂക്ഷിക്കാനുണ്ട്. വികാരപരമായിട്ട് ചിന്തിച്ച് ഉള്ള തീരുമാനങ്ങൾ നടത്താതിരിക്കുക. വളരെ കൃത്യമായിട്ട് നിശ്ചയിച്ച് വേണം ഇങ്ങനെയുള്ള ഈ സ്ഥാവര വസ്തുക്കളിലേക്കും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ. ആരോഗ്യം പൊതുവെ അനുകൂലമാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു സന്തോഷവും ഒക്കെ വർദ്ധിക്കുന്ന കാലമാണ്. എന്നാൽ ഒരു അമിതമായിട്ടുള്ള എക്സേർഷൻ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുകയും വേണം. കുടുംബജീവിതവും വളരെ അനുകൂലമായിട്ടാണ്. കുടുംബത്തിൽ പുതിയ മംഗള കർമ്മങ്ങൾ തീരുമാനിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, വിവാഹം മുതലായിട്ടുള്ളവ നടക്കുക, അതിനൊക്കെ സാധ്യതയുള്ള കാലമാണ്. അതുപോലെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഗുരുസ്ഥാനീയരുടെ ഒക്കെ കുടുംബത്തിലെ ഗുരുസ്ഥാനീയരുടെയൊക്കെ അനുഗ്രഹം ലഭിക്കാനും ഈ ആഴ്ച വളരെ അനുകൂലമാണ്. ഒരു പരിഹാരം പറയുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ മഞ്ഞ പൂക്കൾ കൊണ്ട് ഉള്ള മാല ചാർത്തുക, അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഇതൊക്കെ കൂടുതൽ നല്ല ഫലങ്ങൾ നൽകും. പ്രത്യേകിച്ച് അന്നദാനം നടത്തുന്നതും വളരെ നല്ല കാര്യമാണ്. അത് ശുഭഫലങ്ങളെ വർദ്ധിപ്പിക്കുന്നതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൽ കാല ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങക്കൂറ്. ഇവർക്ക് ചില ആത്മപരിശോധനകളൊക്കെ നടത്തേണ്ട ഒരു കാലമാണ്. ലഗ്നത്തിൽ ശുക്രനുണ്ട്. എന്നാൽ വ്യാഴം അനുകൂലമായിട്ടുള്ള അവസ്ഥയിലല്ല. അത് നമുക്ക് നമ്മുടെ പ്രവൃത്തിയിലും മറ്റുമൊക്കെ കൂടുതൽ ഒരു ആകർഷണീയതയൊക്കെ കിട്ടും. ജനങ്ങളിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഭാവങ്ങളൊക്കെ കിട്ടും. എങ്കിലും പൊതുവേ ഒരു ദൈവാധീനം കുറഞ്ഞ ഒരു കാലമാണ് എന്നും കൂടെ കണ്ടുകൊണ്ട് വേണം പുതിയ പ്രവർത്തികളും മറ്റും ഏറ്റെടുക്കാൻ. പൊതു കാര്യങ്ങൾ നടത്തുന്നവർക്ക്, പ്രത്യേകിച്ച് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കലാരംഗം, അധ്യാപനം, അതുപോലെ മീഡിയ സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തികൾ, മാർക്കറ്റിംഗ് മുതലായിട്ടുള്ള മേഖലകളിലുള്ളവർക്ക്
പുതിയ അവസരങ്ങൾ ലഭിക്കാൻ അനുകൂലമാണ്. ലഗ്നത്തിൽ അതായത് ശുക്രനോടൊപ്പം തന്നെ കേതുവും നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് അത് ചിലപ്പോൾ ചെയ്ത പ്രവൃത്തിക്ക് വേണ്ടത്ര അംഗീകാരം ലഭിക്കാതെ ഇരിക്കാനും ഇടയുണ്ട്. പൂർണ്ണമായ പരാജയമാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. താൽക്കാലികമായിട്ടുള്ള പ്രതീക്ഷയ്ക്കൊത്ത ഒരു അനുകൂലമല്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് അടുത്ത കാലഘട്ടത്തിൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നതാണ്. ബുധൻ വക്രത്തിലാണ്, അത് 11ാം ഭാവത്തിലായതുകൊണ്ട് പഴയ ചില ബന്ധങ്ങളിൽ കൂടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ കൂടെ ഒക്കെയുള്ള ചില പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ ധനാഗമങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 16-ാം തീയതി കഴിഞ്ഞാൽ ജൂലൈ 16-ന് ശേഷം 12ാം ഭാവത്തിലേക്ക് സൂര്യൻ മാറുമ്പോൾ ചില വിദേശ ബന്ധത്തിൽ കൂടെയുള്ള കാര്യങ്ങൾ നടത്തുന്നവർക്ക്, ഓൺലൈൻ ബിസിനസ്സോ അല്ലെങ്കിൽ വിദേശങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളോ കൂടെയുള്ള കാര്യങ്ങൾക്ക്, അതുപോലെ ഗവേഷണം, പഠനം മുതലായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർക്ക്, അതുപോലെ ആത്മീയ മേഖലയിലുള്ളവർക്ക്, ഇവർക്കൊക്കെ കൂടുതൽ ഒരു ഊർജ്ജസ്വലത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓഫീസ് രാഷ്ട്രീയം, അതായത് സഹപ്രവർത്തകന്മാരുമായിട്ടോ പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ കൂടുതൽ ജോലി ചെയ്യുന്ന ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിലേക്ക് ഇടപെടാതിരിക്കുകയാണ് നല്ലത്. അതുമൂലമുണ്ടാകുന്ന ചില ദുരിതങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ട് വരുമാനം സ്ഥിരമായിട്ട് ഉണ്ടാകും. ആഡംബര ചിലവുകളും മറ്റുമൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. സൗന്ദര്യവർദ്ധക വസ്തുക്കളും ശുക്രൻ്റെ ലഗ്നത്തിലെ സ്ഥിതി കൊണ്ട് അതിനോടൊക്കെയുള്ളൊരു ഒരു വാഞ്ച, ആഗ്രഹം ഉണ്ടാവുക, അതിനേക്ക് വേണ്ടിയിട്ട് വിനോദയാത്ര മുതലായ കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് ധനം ചെലവ് ചെയ്യാനുള്ള പ്രവണത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെലവ് കൂടുതലാകാൻ സാധ്യതയുണ്ട്. പഴയ ചില നിക്ഷേപങ്ങളിൽ നിന്നൊക്കെയുള്ള വരുമാനം നമുക്ക് ഉണ്ടാകും. എന്നാലും ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും വളരെ പരിശോധിച്ചിട്ട് വേണം, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ പരിശോധിച്ചിട്ട് വേണം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും പണം മുടക്കാനും ഒക്കെ. ആരോഗ്യപരമായിട്ട് ശരീരസൗഖ്യം പൊതുവെ ഉണ്ടാകും. എന്നാൽ കുറച്ച് മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് കണ്ണ് സംബന്ധിച്ച് ഉള്ള ക്ഷീണം അഥവാ കണ്ണ് സംബന്ധിച്ചുള്ള രോഗമുള്ളവർക്ക് അത് മൂർച്ഛിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഉറക്കക്കുറവും കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നർത്ഥം. കുടുംബത്തിൽ സ്വന്തം അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കിട്ടും. പ്രത്യേകിച്ച് ജീവിത പങ്കാളി, ഭാര്യ അഥവാ ഭർത്താവ്, അവരുമായിട്ടുള്ള സംഭാഷണത്തിൽ കൂടെ വിശ്വാസം കൂടുതൽ ആർജിച്ചെടുക്കാൻ സാധിക്കും. മക്കളുടെ വിദ്യാഭ്യാസവുമായിട്ട് നല്ല ചില സന്തോഷ വാർത്തകളുമൊക്കെ ശ്രവിക്കാനും സാധ്യത കാണുന്നുണ്ട്. ഇവിടെ ഇവർക്കൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഗണപതിയെ ഭജിക്കുക തന്നെയാണ്. ഗണപതി ഹോമം നടത്തുക അല്ലെങ്കിൽ ഗണപതി സ്തോത്രം ജപിക്കുക. വെള്ളിയാഴ്ച ദിവസം മഹാഗണപതിക്കും അതുപോലെ മഹാലക്ഷ്മിക്കും താമരപ്പൂ സമർപ്പിക്കുക. ഇതൊക്കെയും നല്ല ഫലങ്ങൾ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പഠനോപകരണങ്ങളുടെ ദാനം, അതായത് ബുക്ക് മുതലായിട്ടുള്ളവ വിദ്യാർത്ഥികൾക്ക് ദാനമായിട്ട് കൊടുക്കുന്നതും ശുഭകരമായിട്ടുള്ള ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. അടുത്തത് കന്നിക്കൂറാണ്. ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ്. കർക്കിടകത്തിലെ വ്യാഴവും അതുപോലെ തന്നെ 11ാം ഭാവപതിയായിട്ടുള്ള ചന്ദ്രൻ്റെ അനുഗ്രഹങ്ങളും ഉള്ളതുകൊണ്ട് ലാഭിക്കാനുള്ളവ ലഭിക്കും. ജോലിയിലും മറ്റുമൊക്കെ ദീർഘകാലമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും അത് നേട്ടങ്ങളുണ്ടാവും. ബുധൻ്റെ വക്രഗതിയിലുള്ള നിൽപ്പ് കാരണം നേരത്തെ പൂർത്തിയാകാതെ വന്ന ചില പ്രവർത്തനങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ചില ഫയലുകളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് റിപ്പോർട്ടുകൾ ഇതൊക്കെ വീണ്ടും ശ്രദ്ധയിൽ വരും. അത് വീണ്ടും നമുക്ക് അത് തലവേദന ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരും മറ്റുമൊക്കെ അത് വിലയിരുത്താനും അതിൽ നിന്ന് കൂടുതൽ നമ്മളോട് ചോദ്യങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് അക്കൗണ്ടിങ് രംഗങ്ങളിലും IT മുതലായിട്ടുള്ള ബാങ്കിങ് മുതലായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം. അത് ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ മേഖലയിലോ അല്ലെങ്കിൽ സർക്കാർ സേവനത്തിലോ ഉള്ളവർക്കൊക്കെ അനുകൂലം തന്നെയാണ്. പഴയ ക്ലയൻസോ കസ്റ്റമേഴ്സോ ഉള്ളവരിൽ നിന്നും ഉള്ളവർക്ക് നേട്ടമുണ്ടാകും. എന്നാൽ പുതിയ സംരംഭങ്ങൾക്ക് അല്ലെങ്കിൽ പുതിയ ക്ലയൻറ്റുകൾ കസ്റ്റമേഴ്സൊക്കെ വരാൻ അത്ര സാധ്യത കാണുന്നില്ല. 11ലാണ് വ്യാഴം. അതുകൊണ്ട് ധനാഗമം ഉണ്ടാകും. പഴയ കുടിശ്ശികകളും മറ്റുമൊക്കെ അത് കിട്ടാനും സാധ്യത കാണുന്നുണ്ട്. ദീർഘകാലമായിട്ടുള്ള സാമ്പത്തിക കരാറുകളും ഒക്കെ ഇപ്പോൾ അത് ഒരു കരാറിലേക്ക് ഒപ്പിടുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാതിരിക്കാൻ, ഈ ആഴ്ച ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഗുണം ചെയ്യുകയും ചെയ്യും. ആരോഗ്യം പൊതുവെ മികച്ചതാണ്. ചെറിയ രീതിയിലുള്ള കൂടുതൽ ജോലി
കൂടുതൽ കൊണ്ടുണ്ടാകുന്ന ചില വിശ്രമക്കുറവ് മുതലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാനായിട്ടുള്ളതുള്ളൂ. കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. സഹോദരങ്ങളുമായിട്ടും ഒക്കെയുള്ള ചെറിയ ഭിന്നതകൾ ഉണ്ടായിരുന്നവ പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ചില കുടുംബസമേതമുള്ള യാത്രകളും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അതുപോലെ ബുധനാഴ്ച ദിവസം അവതാര വിഷ്ണു, അതായത് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായിട്ടുള്ള അവരുടെ ക്ഷേത്രത്തിൽ പോവുക, അതുപോലെ പച്ച നിറത്തിലുള്ള പയർ അതുപോലെയുള്ള ആൾക്കാർക്ക് ദാനമായിട്ട് കൊടുത്ത് അവരുടെ അനുഗ്രഹം തേടുക, പശുവിനെ തീറ്റുക, പശുവിനെ പച്ചപ്പുല്ല് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഗുണങ്ങൾ പ്രദാനം ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാം ചിത്തിരയുടെ അവസാനത്തെ 2 പാദവും ചോതിയും വിശാഖത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങളും ചേർന്നതാണ് തുലാക്കൂറ്. ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള ഒരു കാലമാണ് ഈ തുലാക്കൂറുകാർക്ക്. 10ലാണ് വ്യാഴം, അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമുണ്ടാവും, പരിശ്രമങ്ങൾക്ക് ഒക്കെ ഫലം കാണുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ 16-ാം തീയതിക്ക് ശേഷം സൂര്യനും കൂടെ വ്യാഴത്തിനോടൊപ്പം വരുമ്പോൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യാനും ഒക്കെ സാധിക്കും. തൊഴിൽ രംഗത്ത് നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ സ്വാധീനം വർദ്ധിക്കുകയും മേലുദ്യോഗസ്ഥന്മാരുമായിട്ടും ഒക്കെ ആശയവിനിമയം നടത്തി അവരുടെ താല്പര്യത്തോടു കൂടി പുതിയ വർക്കുകൾ എടുക്കാനും പുതിയ പ്രൊജക്റ്റുകൾ തുടങ്ങാനും ഒക്കെ ഉണ്ടാകും. പുതിയ അധികമായിട്ടുള്ള ചില ചുമതലകളും ഏൽക്കേണ്ടതായിട്ട് വരും. ധനപരമായിട്ട് വരുമാനം വർദ്ധിക്കുന്നതായിട്ട് കാണാം. പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം ഇതേവരെ കിട്ടാത്തവർക്ക് അത് കിട്ടിത്തുടങ്ങാനുള്ള ഒരു കാലമാണ്. സാമ്പത്തികമായിട്ട് ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാകും കുടുംബത്തിലും. ആരോഗ്യപരമായിട്ട് കുറച്ച് ജോലി കൂടുതൽ കൊണ്ടുണ്ടാകുന്ന വിശ്രമക്കുറവ് കൊണ്ടും ഒക്കെ ഉണ്ടാകാവുന്നതായിട്ടുള്ള കഴുത്ത് സംബന്ധമായിട്ടുള്ള പുറം കഴുത്ത്, അതുപോലെ തോള് മുതലായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുണ്ടാകുന്ന വേദനയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകാം. അങ്ങനെയുള്ളവർ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് കുടുംബജീവിതത്തിൽ എല്ലാവരുടെയും പിന്തുണ, കുടുംബാംഗങ്ങളുടെ പിന്തുണ നമുക്ക് കിട്ടുന്നതാണ്. ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിക്കും. ജീവിത പങ്കാളിയുമായിട്ട് ഉള്ള ആശയവിനിമയങ്ങളൊക്കെ ചെയ്യുകയും നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നതാണ്. ഇവർക്ക് ഒരു പരിഹാരമായിട്ട് മഹാലക്ഷ്മിയുടെ ഭജനം വളരെ നല്ലതാണ്. അതിൽ അഷ്ടോത്തര ശതം മുതലായിട്ടുള്ള കീർത്തനങ്ങൾ ജപിക്കുക, വെളുത്ത പുഷ്പങ്ങൾ മഹാലക്ഷ്മിക്ക് സമർപ്പിക്കുക, ഭദ്രദീപം തിരിയിട്ട് നെയ്യൊഴിച്ച് അത് വീട്ടിൽ തന്നെ വെച്ച് മഹാലക്ഷ്മിക്ക് സമർപ്പിക്കുക. ഇതൊക്കെയും നല്ലതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വസ്ത്രാദി ദാനങ്ങൾ ചെയ്ത് അവരുടെ അനുഗ്രഹം തേടുന്നതും അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്നതാണ്. അടുത്തത് വൃശ്ചിക കൂറാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ 2 പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചിക കൂറ്. ഇവർക്ക് 9ാം ഭാവത്തിലാണ് വ്യാഴം. എല്ലാം കൊണ്ടും പല തരത്തിലുള്ള ഭാഗ്യങ്ങൾ, അതായത് പ്രവൃത്തി ചെയ്തിട്ട് അതിൻ്റെ ഫലം നിർഭാഗ്യം മൂലം ഇത്രയും നാൾ കിട്ടാതിരുന്നതൊക്കെയും കിട്ടാവുന്ന ഒരു കാലമാണ്. അവരവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഒരു ഫലം ലഭിക്കാൻ ഉള്ള സാധ്യത കാണുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർ, അതുപോലെ വിദേശ വിദ്യാഭ്യാസം, വിദേശ ബന്ധങ്ങളിൽ കൂടെയുള്ള ജോലി മുതലായിട്ടുള്ളതും, അതുപോലെ പുസ്തക പ്രസാധനം തുടങ്ങിയ നിയമ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അവരുടെ പ്രവൃത്തിയിൽ കൂടുതൽ നേട്ടം ഉണ്ടാവുന്നതാണ്. എന്നാൽ ബുധൻ വക്രത്തിലാണ്. അത് അഷ്ടമഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ നികുതി സംബന്ധമായിട്ടുള്ളത്, ഇൻഷുറൻസ്, ഇൻകം ടാക്സ് മുതലായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ രേഖ സംബന്ധമായിട്ടുള്ള കോടതി കാര്യങ്ങൾ, വ്യവഹാരങ്ങൾ, ഇതൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ചില തിരുത്തലുകളോ അല്ലെങ്കിൽ അശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് കാര്യങ്ങളെ കൊണ്ട് ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പരസ്പര വിശ്വാസത്തോടു കൂടി വേണം പാർട്ട്നേഴ്സും ഒക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്നവരുമൊക്കെ ചെയ്യാൻ. അത് ഇല്ലാതെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സൂര്യൻ 9ലേക്ക് വരികയും കൂടി ചെയ്യുമ്പോൾ ചില മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ധനപരമായിട്ട് പാരമ്പര്യ സ്വത്ത്, അതുപോലെ ഇൻഷുറൻസിൽ നിന്ന് കിട്ടേണ്ട ധനം, ദീർഘകാലമായിട്ടുള്ള നിക്ഷേപം, ഇതിൽ ഒരു പുരോഗതി ഒക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഊഹക്കച്ചവടങ്ങൾ അത് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് അമൃത റിസ്ക്
നടത്തുകയാണെങ്കിൽ റിസ്ക് എടുക്കുന്നത് വളരെ സൂക്ഷിച്ച് റിസ്ക് എടുക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് ചില വയറ് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളും ഒക്കെ ഉണ്ടാകാൻ ചില ഫുഡ് പോയ്സൺ മുതലായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് യാത്രയ്ക്കിടയ്ക്ക് ഉണ്ടാകാവുന്ന ഫുഡ് പോയ്സണുമൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയുള്ള രോഗങ്ങൾ വരാൻ സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ ഗുരുസ്ഥാനീയരായിട്ടുള്ളവരുടെ അതുപോലെ മാതാപിതാക്കന്മാരുടെയൊക്കെ അനുഗ്രഹം കിട്ടുന്ന കാലമാണ്. തീർത്ഥയാത്രകൾ, അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവരെല്ലാവരും ഒന്നിച്ച് ചില ആത്മീയ കാര്യങ്ങൾ ഇതൊക്കെ നടക്കാൻ സാധ്യത കാണുന്നുണ്ട്. പൂജകളോ അതുപോലെ ഇങ്ങനെയുള്ള തീർത്ഥയാത്രകളോ ഒക്കെ ഇപ്പോൾ നടത്തുന്നത് ഗുണകരമായിരിക്കും. മക്കളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പുരോഗതി ഉണ്ടാകും. ചില സന്തോഷ വാർത്തകൾ കേൾക്കാനും സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശിവപഞ്ചാക്ഷരം നിത്യേന ജപിക്കുന്നത് വളരെ നല്ലതാണ്. തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുക, അവിടെ വെളുത്ത പൂക്കൾ സമർപ്പിക്കുക, ജലധാര നടത്തുക, ഇതൊക്കെയും അതുപോലെ തന്നെ അന്നദാനം മുതലായിട്ടുള്ള കാര്യങ്ങളും നടത്തുന്നത് വളരെ ഗുണകരമാണ്. ഇനിയുള്ളത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല്, ഈ 3 നക്ഷത്രങ്ങളാണ് ധനുക്കൂറിൽ വരുന്നത്. ഇവർക്ക് അഷ്ടമത്തിൽ വ്യാഴമാണ്. ചില ആത്മപരിശോധനകളോടുകൂടി അവരവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതുപോലെ കുടുംബകാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. പുറമേക്ക് ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും ഉള്ള ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലിയിലും അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിലും മറ്റുമൊക്കെ നയപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ, ചില പുനഃക്രമീകരണങ്ങൾ ഇതൊക്കെയും നടത്തേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ തൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിംഗ്, മറ്റുള്ളവരിൽ നിന്നും കിട്ടേണ്ടതായിട്ടുള്ള റിപ്പോർട്ടിങ്ങൊക്കെ വളരെ സശ്രദ്ധം കൈകാര്യം ചെയ്യേണ്ട സമയമാണ്. അത് അല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ക്രമമായിട്ടുള്ള വളർച്ചയ്ക്ക് അത് ദോഷം ചെയ്യുന്നതാണ്. ബുധൻ്റെ വക്രഗതി അത് അത്ര അനുകൂലമല്ല. പലപ്പോഴും സഹപ്രവർത്തകന്മാർ അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥന്മാർ ഇവരൊക്കെ ആയിട്ടുള്ള ചില ധാരണ പശകുകളോ അല്ലെങ്കിൽ വാക്കുകളിൽ കൂടെയുള്ള പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകാം. അത് രേഖാസംബന്ധമായിട്ട് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സംബന്ധമായിട്ട് ഉള്ള കാര്യങ്ങളിൽ കൂടെ അത് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വാക്കിലെ ചില തെറ്റിദ്ധാരണകളും ഒക്കെ, കരാറുകൾ വൈകിപ്പിക്കുക, അത് തെറ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതായിട്ട് വരിക, ഇതൊക്കെ വേണ്ടതാണ്. വളരെ സൂക്ഷിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. 8ാം ഭാവത്തിലേക്ക് തന്നെ സൂര്യനും മാറുമ്പോൾ ചില രഹസ്യ സ്വഭാവമുള്ള ജോലികൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ചില പുനഃസംഘടനകളും ഒക്കെ 16ാം തീയതിക്ക് ശേഷം ഇതൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ധനപരമായിട്ട് ഉള്ള കടങ്ങൾ തീർക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് വേണ്ട വിധം പുനഃക്രമീകരിക്കാൻ ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഇൻഷുറൻസ്, ബാങ്കിങ് മുതലായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്, അതുപോലെ നികുതി, പാരമ്പര്യ സ്വത്ത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കുറേയേറെ റിസ്ക് അതിനകത്ത് സംഭവിക്കാനിടയുണ്ട്. അതുപോലെ തന്നെ നിക്ഷേപങ്ങളാണെങ്കിലും കഴിയുന്നത്ര ഒഴിവാക്കുക. റിസ്ക്കുള്ള നിക്ഷേപങ്ങൾ അത് ഇപ്പോൾ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ആരോഗ്യ സംബന്ധമായിട്ട് ദഹന സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഉറക്കക്കുറവുണ്ടാകാം. ഭക്ഷണക്രമം കൃത്യമായി പാലിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് ചില വൈപരീത്യങ്ങൾ കുടുംബത്തിൽ സംഭവിക്കാം. ഭാര്യ അഥവാ ഭർത്താവുമായിട്ടുള്ള കാര്യങ്ങളിൽ അവരുടെ തമ്മിലുള്ള സംഭാഷണങ്ങളിലും ഒക്കെ ചില തെറ്റിദ്ധാരണകൾ വരിക ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്ക് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇവർക്ക് പരിഹാരമായിട്ട് വ്യാഴഗ്രഹത്തിന് വേണ്ടതായിട്ടുള്ള ഗ്രഹശാന്തി എന്ന് പറയും, ആ ഗ്രഹശാന്തി ചെയ്യുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള, വ്യാഴത്തിനും സൂര്യനും കൂടെ ഒന്നിച്ച് വേണം അത് ചെയ്യാൻ. അതുപോലെ തന്നെ മഞ്ഞ വസ്ത്രം, മറ്റേ കടല മുതലായിട്ടുള്ള വസ്തുക്കളോടുകൂടി ദാനം ചെയ്യുക, അതുപോലെ ദക്ഷിണാമൂർത്തിയെ ഭജിക്കുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇനി മകരക്കൂറാണ്. ഉത്രാടത്തിൻ്റെ മുക്കാല്, തിരുവോണം, അവിട്ടത്തര, അവിട്ടത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ഇവ ചേർന്നതാണ് മകരം കൂറ്. 7ാം ഭാവത്തിലാണ് വ്യാഴം. 16ാം തീയതിക്ക് ശേഷം അവിടെ സൂര്യനും വരുന്നുണ്ട്. അപ്പോൾ ബിസിനസ് സംബന്ധമായിട്ട് ഉള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലം തന്നെയാണ്. പുതിയ ക്ലയൻറ്റുകളെ ഉണ്ടാകാം, പുതിയ കസ്റ്റമേഴ്സ് വരാം. അതുപോലെ ചില വിദേശ ബന്ധങ്ങളും ത്തിൽ കൂടെയൊക്കെയുള്ള ബിസിനസ് ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബുധൻ വക്രത്തിൽ ആണ്. അത് കൂടുതൽ പൂർത്തിയാകാതെ കിടന്ന ചില ജോലികളും മറ്റുമൊക്കെ ശ്രദ്ധയിൽ വരും. അത് പൂർത്തിയാക്കുകയാണെങ്കിൽ, ശ്രദ്ധിച്ച് പൂർത്തിയാക്കുകയാണെങ്കിൽ ഭാവിയിലേക്ക് അത് പല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. മത്സര പരീക്ഷകൾക്കും ഇൻ്റർവ്യൂകൾക്കും മറ്റുമൊക്കെ തയ്യാറാകുന്നവർക്ക് അത് അനുകൂലമായിട്ടുള്ള ഫലം കിട്ടും. പങ്കാളിത്ത
ബിസിനസ്സുകൾക്കും അതുപോലെ ഒന്നിച്ച് ചേർന്നുള്ള കരാറുകൾക്കും ഒക്കെ വളരെ പ്രാധാന്യമുണ്ട്. അത് പുതിയ വ്യാപാര ബന്ധങ്ങളുണ്ടാകാനും പുതിയ കരാറുകളുണ്ടാകാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ട് ഒരു സ്ഥിരത കൈവരും, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും, ബിസിനസ്സിലും മറ്റൊക്കെ ലാഭം കൂടുതലുണ്ടാകും. അതുപോലെ പഴയ കുടിശ്ശികകളൊക്കെ പിരിച്ചെടുക്കാനുമൊക്കെ സാധിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക അല്ലെങ്കിൽ ഒരു കടം കൊടുക്കുന്നത് സ്ഥാനത്ത് തൻ്റെ പ്രസൻസ്, തൻ്റെ ലയബിലിറ്റി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഇവർക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അത് ഒഴിവാക്കുകയായിരിക്കും നല്ലത്. ആരോഗ്യപരമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ചില രോഗങ്ങളിൽ നിന്നൊക്കെയുള്ള വിമുക്തി ആണ് ഉണ്ടാകാൻ സാധ്യത. മറ്റ് രോഗങ്ങളൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. എന്നാൽ തിരക്ക് ഒക്കെ കൂടുതലുണ്ടാകുമ്പോൾ ചില വിശ്രമക്കുറവോ ഉറക്കക്കുറവോ ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ഇതുകൊണ്ട് ചില സന്ധിവേദനകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും, സന്ധിവേദന പ്രത്യേകിച്ച് പിറക് നടുവേദന മുതലായിട്ടുള്ളവ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബപരമായിട്ട് ദാമ്പത്യ ബന്ധത്തിലും ഒക്കെ നല്ല പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുള്ള അവസരം ഉണ്ടാവും. അത് എല്ലാവരുടെയും അഭിപ്രായം കേട്ട് ഒന്നിച്ചുള്ള തീരുമാനം ഉണ്ടാകുന്നത് നല്ലതാണ്. അതുപോലെ ബന്ധുക്കളുമായിട്ടുള്ള സന്ദർശനങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശനീശ്വരനെ ഭജിക്കുക, ശാസ്താവിനെ ഭജിക്കുക, അങ്ങനെയുള്ള ക്ഷേത്ര ദർശനം നടത്തുക, അങ്ങനെയുള്ള സ്തോത്രങ്ങൾ ജപിക്കുക. അതുപോലെ കറുത്ത എള്ള് സാധിക്കുമെങ്കിൽ ഒരു ഇരുമ്പ് പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ ഒക്കെ ആക്കി അത് ദാനം ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ഉത്തമമായിട്ടുള്ള ഫലം നൽകാൻ സാധ്യത കാണുന്നുണ്ട്. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടത്തിൻ്റെ 3-4 പാദങ്ങളും ചതയം, പൂരൂരുട്ടാതി, മുക്കാല്. പൂരൂരുട്ടാതി 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറ്. ഇവർക്ക് ലഗ്നത്തിൽ രാഹുവാണ്. പല വ്യത്യസ്ത ചിന്തകളും കൂലങ്കഷമായി ചിന്തിക്കുന്ന ഒരു അവസ്ഥ കൈവരും. എല്ലാ തരത്തിലുള്ള സംശയങ്ങളും നമ്മുടെ പ്രവർത്തന മേഖലയിൽ ഉടലെടുക്കുകയും അത് ഒന്ന് ശരിയല്ല മറ്റൊന്ന് ശരിയാണ് എന്നൊക്കെ തോന്നുകയും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ ബുധൻ വക്രത്തിലാണ്, 5-ാം ഭാവത്തിലാണ്. അതും മാനസികമായിട്ടുള്ള ചില കുഴപ്പങ്ങളുണ്ടാക്കാൻ സാധ്യത കാണുന്നുണ്ട്. അത് വളരെ സൂക്ഷിച്ച് വേണം തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ 6-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. അത് മത്സരങ്ങളിൽ നിന്നൊക്കെ വിജയം നേടാനും ശത്രുക്കളില്ലാതെയാകാനും ശത്രുക്കളെ കൊണ്ടുള്ള നമുക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു കുറവ് വരുത്താനും അനുകൂലമാക്കാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. 6-ാം ഭാവത്തിലേക്ക് സൂര്യനും കൂടെ വരുമ്പോൾ നമ്മുടെ ശത്രുക്കളെ മറികടക്കാൻ, അവരുടെ പ്രവർത്തന മൂലം നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ തീർക്കാനുമൊക്കെ സാധ്യതയുണ്ട്. കഴിയുന്നത്ര മറ്റുള്ളവരോട് അഹങ്കാരത്തോടു കൂടി ഉള്ള വാക്കുകളൊക്കെ പ്രയോഗിക്കാതിരിക്കുക. അത് പ്രദർശിപ്പിക്കുന്നത് മൂലമുണ്ടാകുന്ന ചില സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്. ധനപരമായിട്ട് മെച്ചപ്പെടും, ധനവരുമാന മാർഗങ്ങളൊക്കെ മെച്ചപ്പെടും. പഴയ ചില കുടിശ്ശികകളും മറ്റുമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് കുടുംബത്തിൽ ചില ചിലവുകളൊക്കെ കൂടുതലായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഉറക്കം ശ്രദ്ധിക്കേണ്ടതാണ്. കുറവ് കൊണ്ടുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മക്കളുടെ ഭാവി മുതലായ കാര്യങ്ങളെ സംബന്ധിച്ച് ചില നൂതന തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അവരുടെ അഭിപ്രായങ്ങളും കൂടെ കേട്ടുകൊണ്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള പുതിയ വിദ്യാഭ്യാസത്തിലേക്ക്, പുതിയ കോഴ്സുകളിലേക്ക് ചേരാനോ അല്ലെങ്കിൽ വിദേശ യാത്ര ചെയ്യാനോ ഒക്കെയുള്ള ആവശ്യങ്ങൾ ഉണ്ടാകും. അത് അവരുടെയും കൂടെ അഭിപ്രായം കേട്ട് വേണ്ട രീതിയിൽ പരിഹാരം തേടേണ്ടതാണ്. ഇവർക്കൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ദുർഗാദേവിയെ ഭജിക്കുക, ദുർഗാക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ സപ്തശ്ലോകി പാരായണം ചെയ്യുന്നതും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യും. ചുവന്ന പരിപ്പ് ദാനം ചെയ്യുക, അതുപോലെ തന്നെ പക്ഷികൾക്ക് ധാന്യം വിതറി അത് അവർക്ക് ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്നതാണ്. അടുത്തത് മീനക്കൂറാണ്. പൂരൂരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് മീനക്കൂറ്. ഇവർക്ക് ഇപ്പോഴും ലഗ്നത്തിൽ ശനി തന്നെയാണ്. 7.5 ശനിയും അതിൻ്റെ മധ്യത്തിലുള്ള 7-ആണ്ടൻ ശനിയുടെ മധ്യകാലമാണ്. പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മുടെ ക്ഷമയ്ക്ക് അക്ഷമനാകുന്ന ഒരവസ്ഥ വന്നെന്നിരിക്കാം. നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്നതായിട്ടുള്ള പല അവസരങ്ങളും വന്ന് ചേരും. അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. എങ്കിലും 5-ാം ഭാവത്തിലാണ് വ്യാഴം എന്നുള്ളതുകൊണ്ട് നമുക്ക് വേണ്ടതായിട്ടുള്ള സംരക്ഷണം ഒക്കെ കിട്ടുന്നുണ്ട്. അധ്യാപനം, അതുപോലെ വിദ്യാഭ്യാസം, അതുപോലെ കലാരംഗത്ത് സൃഷ്ടിപരമായിട്ടുള്ള മേഖലകളിലും ഒക്കെ പ്രവർത്തിക്കുന്നവർ
കൗൺസിലിംഗ്, എഴുത്ത്, അതുപോലെ ഗവേഷണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും. 4-ാം ഭാവത്തിലാണ് ബുധൻ, അത് വക്രത്തിലാണ്. അത് സൂചിപ്പിക്കുന്നത് ചില ഓഫീസ് മാറ്റങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ വീട് അല്ലെങ്കിൽ വീടിനോട് ചേർന്നുള്ള ജോലി മുതലായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ടാകാം. അതുപോലെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഓഫീസിൽ നിന്ന് മാറി വർക്ക് ഫ്രം ഹോം ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അടിസ്ഥാന ചില സൗകര്യങ്ങൾ ഓഫീസിലോ വീട്ടിലോ ഒക്കെയുള്ള ചില അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യം ഒക്കെ ആലോചിക്കും. അങ്ങനെയുള്ളവ ചെയ്യാനും സാധ്യത കാണുന്നുണ്ട്. സൂര്യൻ 16-ാം തീയതി 5-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ, അതായത് ഗവേഷണ രംഗത്തോ പഠന രംഗത്തോ ഒക്കെ, അതുപോലെ വിദ്യാർത്ഥികൾക്കും മറ്റുമൊക്കെ മത്സര പരീക്ഷ എഴുതുന്നവർ ഇവർക്കൊക്കെയും കൂടുതൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും അത് നേട്ടമുണ്ടാക്കുകയും ചെയ്യും. ധനപരമായിട്ട് സാമ്പത്തിക സ്ഥിതി ക്രമേണ മെച്ചപ്പെടുന്നതായിട്ട് കാണാം. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, അതുപോലെ മക്കളുടെ പഠിത്തം, വീടിൻ്റെ നവീകരണം, ഇതൊക്കെ സംബന്ധിച്ചുള്ള ചില ചിലവുകൾ പുതിയ വന്നു ചേരാവുന്നതാണ്. ദീർഘകാല നിക്ഷേപങ്ങൾക്കും ഇപ്പോൾ അനുകൂലമാണ്. നമുക്ക് താൽക്കാലിക നേട്ടം ഉണ്ടാകുന്നില്ല എങ്കിലും ദീർഘകാലത്തേക്ക് വേണ്ടതായിട്ടുള്ള നിക്ഷേപങ്ങളൊക്കെ ചെയ്യുന്നത് അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകുന്നതാണ്. രോഗം എന്നുള്ള നിലയ്ക്ക് ചില സന്ധിവേദനകളും അതുപോലെ ഉറക്കക്കുറവ് കൊണ്ടുണ്ടാകുന്ന ക്ഷീണവും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലഘുവായിട്ടുള്ള വ്യായാമവും ഒക്കെ ചെയ്തു വരാൻ, യോഗ മുതലായിട്ടുള്ളവ ചെയ്തു വരാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ പൊതുവേ സന്തോഷകരമായിട്ടുള്ള കാലഘട്ടമാണ്. മക്കളുടെ നേട്ടങ്ങളിൽ നിന്ന് ചില സന്തോഷ വർത്തമാനങ്ങൾ കേൾക്കാൻ സാധിക്കും. മാതാപിതാക്കന്മാരുമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ മെച്ചപ്പെടാനും അതുപോലെ വീട്ടിൽ ചില ശുഭകാര്യങ്ങൾ നടക്കാനും അത് ആസൂത്രണം ചെയ്യാനും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇവർക്ക് വേണ്ട പരിഹാരം എന്ന് പറയുന്നത് ക്ഷേത്ര ദർശനം നടത്തുക, പഞ്ചാക്ഷര മന്ത്രം ദിവസേന നിത്യേന 108 പ്രാവശ്യം ജപിക്കുക. അതുപോലെ ശനിയാഴ്ച ദിവസം നല്ലെണ്ണ കൊണ്ടുള്ള തില കൊണ്ടുള്ള ഓയിൽ കൊണ്ട് കത്തിച്ചുള്ള വിളക്ക് സമർപ്പിക്കുക, ശാസ്താവിന് വഴിപാട് കഴിക്കുക, അതുപോലെ തന്നെ അന്നദാനം കൊടുക്കുക, തിലം ദാനം ചെയ്യുക. ഇതൊക്കെയും സൽഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നമസ്കാരം.